ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യം സ്ത്രീകളിൽ വളരെ കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറിനെ കുറിച്ചാണ്. സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ്? ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഇതെങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്താം? നേരത്തെ കണ്ടെത്തിയാൽ ഏതൊക്കെ ചികിത്സാ രീതിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതാണ്? അത് കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ സതീഷ് പത്മനാഭൻ, കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓൺകോളജിസ്റ്റ്, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഇന്ന് നമ്മൾ സ്തനാർബുദത്തിനെ കുറിച്ച് സംസാരിക്കാം. അർബൻ പോപ്പുലേഷനിൽ, അതായത് നഗരങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളിൽ വളരെ അധികം കാണപ്പെടുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് സ്തനാർബുദം, ഒപ്പം ഗർഭാശയത്തിൻ്റെ ക്യാൻസർ. ഈ ഇടയ്ക്ക് പ്രായം കുറഞ്ഞ സ്ത്രീകൾ വരെ സ്തനാർബുദത്തിൻ്റെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങളാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ലക്ഷണങ്ങളിൽ 80% ട്യൂമർ ആവണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. അതായത് പ്രധാനമായിട്ട് സ്ത്രീകളുടെ ശരീരത്തിൽ, സ്തനത്തിൽ ഒരു മുഴ അല്ലെങ്കിൽ തടിപ്പ് ഫീൽ ചെയ്യുക. 80% ഇങ്ങനത്തെ തടിപ്പുകൾ കൂടുതലും ക്യാൻസർ അല്ലാത്ത പ്രശ്നത്തിൻ്റെ ഭാഗമായിരിക്കും. ഒരു 20% ചോടെ മാത്രമേ ക്യാൻസറിൻ്റെ ഭാഗമായിട്ടുള്ള മുഴകളാവും. പക്ഷെ അതിൻ്റെ സ്ഥിരീകരണം തീർച്ചയായിട്ടും പരിശോധനയിലൂടെ, വേണമെങ്കിൽ FNAC എന്ന് പറയുന്ന നീഡിൽ ടെസ്റ്റിലൂടെയോ ബയോപ്സി എന്ന് പറയുന്ന കഷ്ണം എടുത്ത് പരിശോധിക്കുന്ന, പെത്തോളജിയിൽ പരിശോധിക്കുന്നതിലൂടെയോ സ്ഥിരീകരിക്കേണ്ടത് അനിവാര്യമാണ്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്തനത്തിൽ തടിപ്പോ അല്ലെങ്കിൽ മുഴയോ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ മുലക്കണ്ണീന്ന് സ്രാവം, രക്തം കലർന്ന ഒരു സ്രാവം ഉണ്ടാവാം, അല്ലെങ്കിൽ രക്തവും പഴുപ്പുമായിട്ട് ചേർന്നിട്ടുള്ള സ്രാവം ഉണ്ടാവാം. മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞു പോവുക, അല്ലെങ്കിൽ സ്തനത്തിൻ്റെ തൊലി ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവുക. സ്തനത്തിൻ്റെ വലുപ്പത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുക, കല്ലിപ്പ് അനുഭവപ്പെടുക, ത്വക്കിൻ്റെ ഭാഗത്ത് കഴലിൻ്റെ ഫീലിംഗ് ഉണ്ടാവുക. ഇതൊക്കെ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ ആവാം. പല സ്ത്രീകളിലും ഇങ്ങനത്തെ ലക്ഷണം കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ സ്ഥിരീകരണം പറഞ്ഞ ടെസ്റ്റിലൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിംറ്റംസ് കാണുമ്പോൾ ഒരു സ്ത്രീ ആദ്യം ചെയ്യേണ്ടത് എന്തായാലും ഒരു ഡോക്ടറിനെ സമീപിച്ച് പരിശോധനയിലേക്ക് തന്നെ ഉൾപ്പെടുത്തിക്കൊള്ളുക. പ്രധാനപ്പെട്ട ടെസ്റ്റുകളായിട്ട് നമുക്ക് മാമോഗ്രാം, അതായത് 40 വയസ്സിന് കൂടുതൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാമോഗ്രാമും 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് ബ്രസ്റ്റിൻ്റെ അൾട്രാസൗണ്ട് സ്കാനും ചെയ്യുന്നതിലൂടെ ഒരുവിധം ആ മുഴയിനെക്കുറിച്ചുള്ള ധാരണ കിട്ടേണ്ടതാണ്. ആവശ്യമുണ്ടെങ്കിൽ ആ മുഴയിൽ നിന്ന് സൂചി കൊണ്ട് കുത്തി പരിശോധിക്കുന്ന FNAC എന്ന ടെസ്റ്റോ ബയോപ്സിയോ ചെയ്യേണ്ടത് വന്നേക്കാം. അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട്, അതിൽ കാണുന്ന കാഠിന്യത്തിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട്, നമ്മൾ പരിശോധിക്കുമ്പോൾ ഉള്ള സ്റ്റേജിൻ്റെ കാര്യം അനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ വീര്യം ഉണ്ടാവും. എത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്? നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ വളരെ ലഘുവായിട്ടുള്ള ചെറിയ രീതിയിലുള്ള, പൂർണ്ണമായിട്ട് സ്തനം മാറ്റേണ്ട ഒരു ആവശ്യം ഇല്ലാണ്ട് തന്നെ നമുക്ക് ആ മുഴയുള്ള ഭാഗവും ചുറ്റുള്ള നോർമൽ സ്തനത്തിൻ്റെ ഭാഗം മാത്രം ശസ്ത്രക്രിയയിലൂടെ സർജറി ചെയ്ത് ഒഴിവാക്കി അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കൂടുതലുള്ള ഹോർമോണിൻ്റെ ചികിത്സയോ കീമോതെറാപ്പിയോ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റോ ആവശ്യമുള്ളതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ഇന്നും നമ്മൾ കാണുന്നത് 40% വരെ രോഗം 3-ാമത്തെയോ 4-ാമത്തെയോ സ്റ്റേജിലായിട്ടാണ് സ്ത്രീകൾ നമ്മുടെ അടുത്ത് വരുന്നത്. തീർച്ചയായിട്ടും ഈയിടയ്ക്ക് സംഭവിച്ചുള്ള മാറ്റം, നല്ല മാറ്റം എന്ന് പറയുന്നത് 1-ാമത്തെ 2-ാമത്തെയും സ്റ്റേജിൽ കാണുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ നോക്കുമ്പോൾ ഇപ്പോഴും നല്ല ഒരു ശതമാനം 3-ാമത്തെ 4-ാമത്തെ സ്റ്റേജിൽ വരുന്നു എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു സത്യം. കാരണം ഇത് നേരത്തെ കണ്ടെത്തുമ്പോൾ ഈ രോഗം പൂർണ്ണമായിട്ട് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രീറ്റ്മെൻറ്റും ചികിത്സാ രീതിയും വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഭവം ആയി മാറുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ കാല അളവ് ചുരുങ്ങുന്നു. എല്ലാം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയം അത്രയും കുറവാണ്.
പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് ER, PR, HER2/neu എന്നുള്ള സാങ്കേതികമായിട്ടുള്ള ചില റിസപ്റ്റോറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് ശേഷം അവർക്ക് ഹോർമോണിൻ്റെ ഗുളികയോ അല്ലെങ്കിൽ അഡീഷണലായിട്ട് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന ഇഞ്ചക്ഷനോ വേണ്ടി വന്നേക്കാം. നമ്മൾ ഏറ്റവും പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആദ്യത്തെ 2ാമത്തെ സ്റ്റേജിൽ കണ്ടെത്തിയാൽ വളരെ നല്ല രീതിയിൽ മാറിക്കിട്ടുന്ന രോഗവും അതുപോലെ തന്നെ 3ാമത്തെ 4ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ വളരെ പ്രശ്നകരമായിട്ടുള്ള ഒരു രോഗവും ആണ്. ഏതൊരു പ്രായത്തിലും അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഈയിടെയായിട്ട് കുറേ ഓപ്ഷൻസ് സ്തനാർബുദത്തിൻ്റെ കാര്യത്തിലുണ്ട്. പലപ്പോഴും സർജറി കഴിഞ്ഞിട്ട് ഹോർമോൺ ഗുളിക കൊണ്ട് മാത്രമായിട്ട് കുറേ കാലത്തേക്ക് നമ്മൾ പ്രശ്നമൊന്നും ഇല്ലാണ്ട് തന്നെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളും ഈയിടയ്ക്ക് വന്നിട്ടുണ്ട്. ഓരോ ചികിത്സാ ഘടകത്തിലും സർജറി ആവട്ടെ, കീമോതെറാപ്പി ആവട്ടെ, റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ആവട്ടെ, അതാത് ആ ഫീൽഡിലുള്ള പുരോഗമനം ഉള്ളതുകൊണ്ട് സൈഡ് എഫക്ട്സ് കുറവും ഫലം കൂടുതലും ഉള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു കാലഘട്ടം. സ്തനാർബുദം സംബന്ധിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന കമൻറ്റ് എന്ന സെക്ഷനിൽ താങ്കളുടെ അഭിപ്രായം അറിയിക്കുക. അതിന് മറുപടി നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.